നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ. ലാസ്റ്റ് ദിവസം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞായിരുന്നു എൻ്റെ ഡെറിവേഷൻസ് ഫുള്ള് എഴുതാൻ വേണ്ടി എഴുതിയായിരുന്നോ? എന്താണ് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ എന്നും എന്താണ് റെക്ടാങ്കുലർ സെക്ഷൻ എങ്ങനെയായിരിക്കും മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ വരുന്നതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ ട്രപ്പീസോയിഡ്, സർക്കുലർ, പിന്നെ ട്രയാങ്കുലർ എല്ലാവരും എഴുതിയായിരുന്നോ? കുറച്ച് ഇക്വേഷൻസ് മാത്രമുള്ള പഠിക്കാൻ. ആ ഇക്വേഷൻസ് യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെ, പിന്നെ അതുപോലെ തന്നെ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ വരുമ്പം അതിൻ്റെ അകത്തുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഒരു ഹെഡിങ് എഴുതിക്കോ, മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ. എങ്ങനെയാണ് ഒരു സെക്ഷൻ എക്കണോമിക്കൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്? ഒരു സെക്ഷൻ എക്കണോമിക്കൽ ആണെന്ന് നമുക്ക് പറയണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. എങ്ങനെയായിരിക്കും കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ മിനിമം ആക്കാൻ വേണ്ടിയിട്ട്? അത് നമ്മളിപ്പോൾ ഒരു കനാൽ അല്ലെങ്കിൽ ഒരു ചാനൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തിനൊക്കെ ആയിരിക്കും നമുക്ക് കോസ്റ്റ് വരുന്നത്? കോസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന രണ്ട് കാര്യങ്ങളായിരുന്നു. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്കവേഷൻ കോസ്റ്റ് എന്നും രണ്ടാമത് വരുന്നതാണ് എന്തായിരുന്നു? ലൈനിങ് കോസ്റ്റ്. എക്സ്കവേഷൻ കോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ആയിരുന്നു കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ സർവേയിങ് ഒക്കെ നടത്തിയിട്ട് നമുക്ക് എത്ര ഡെപ്തിലോട്ടാണ് നമ്മുടെ ചാനൽ കൺസ്ട്രക്ട് ചെയ്യേണ്ടത് നമ്മൾ നോക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് എത്ര വിഡ്ത്ത് താഴോട്ട് വേണം, ടോപ്പ് വിഡ്ത്ത് എത്ര വേണം, പിന്നെ അതിൻ്റെ സൈഡിലേക്കുള്ള സ്ലോപ്പ് എങ്ങനെ വേണം. ഇപ്പോൾ തൽക്കാലം ട്രപ്പീസോയിഡാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് ഇവിടുത്തെ ഈ ഇടയ്ക്കുള്ള എല്ലാ സോയിലും നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി നമുക്കിപ്പം നമ്മുടെ ചാനൽ നമുക്ക് റെഡിയായി. ഇനി ഈ ചാനൽ റെഡി ആയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ അകത്തോടെ വാട്ടർ ഫ്ലോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ സൈഡെല്ലാം നമ്മൾ കോൺക്രീറ്റ് വെച്ച് നമ്മൾ ലൈൻ ചെയ്തായിരിക്കും പോകുന്നത്. കോൺക്രീറ്റും കൊണ്ട് നമ്മൾ ഒരു ലൈനിങ് പ്രൊവൈഡ് ചെയ്യും. ഈ സൈഡുകൾ ഫുള്ള് നമ്മൾ ലൈൻ ചെയ്യും. ഇതിനെയാണ് പറയുന്നത് ലൈനിങ് കോസ്റ്റ് എന്ന്. ഇനി അപ്പം നമ്മൾ പഠിച്ചായിരുന്നു, രണ്ട് ടൈപ്പ് ചാനൽസ് ഉണ്ട്, ലൈൻഡ് ചാനൽസും അൺലൈൻഡ് ചാനൽസും എന്നും പഠിച്ചു. ഈ അൺലൈൻഡ് ചാനൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സൈഡിൽ ലൈനിങ് വരത്തില്ല. അങ്ങനെയൊക്കെയുള്ള ചാനൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ളത്, അതായത് നമ്മുടെ അവിടെ കല്ല് ഉണ്ട്, അതായത് വെട്ടുകല്ല്, അങ്ങനെയൊക്കെയുള്ള കല്ലൊക്കെ ചെത്തി, അതായത് പിന്നെ അവിടെ സൈഡിൽ കൊറോഷൻസ് ഒന്നും വരത്തില്ല, എറോഷൻസ് ഒന്നും വരാത്ത ടൈപ്പ് സോയിലാണ് നമ്മുടെ കനാൽ നിൽക്കുന്നതെങ്കിൽ അവിടെയാണ് നമുക്ക് അൺലൈൻഡ് ചാനൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒന്നുകൂടെ പറയാം. മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അവിടുത്തെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ അത് എന്തൊക്കെയായിരിക്കും വരുന്നത്? എക്സ്കവേഷൻ കോസ്റ്റും അതുപോലെ തന്നെ ലൈനിങ് കോസ്റ്റും ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും ഒരു ചാനൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ആയിരിക്കണം. ക്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടി നിൽക്കണം. മാക്സിമം ഡിസ്ചാർജ് കിട്ടുന്നതായിരിക്കും നമുക്ക് പറയേണ്ടത് ഇന്നത്തെ എക്കണോമിക്കൽ ചാനൽ ഏതൊരു ചാനലാണ്. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചായിരുന്നു, Q = AC√RS എന്ന് പറഞ്ഞ് നമുക്കൊരു ഇക്വേഷൻ പഠിച്ചു. അതിൻ്റെ അകത്ത് എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്? നമുക്കൊരു ചാനലിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റഫ്നെസ് നമുക്ക് എന്തായിരിക്കും? സി റഫ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺസ്റ്റന്റ് എടുക്കാം. അതുപോലെ തന്നെ ചാനലിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റന്റ് എടുക്കാം. അതുപോലെ തന്നെ ബെഡ് സ്ലോപ്പ്, ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ചേക്കുന്നത് AC × MI എന്നല്ലായിരുന്നു നമ്മൾ ചെസീസ് ഇക്വേഷൻ പഠിച്ചത്. നമുക്ക് I എന്ന് പറയുന്നത് നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്തേക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ചാനൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ചെടുത്ത് ഒരു റഫ്നെസ്, വേറെടുത്ത് വേറെ റഫ്നെസ്, അങ്ങനെ കൊടുക്കാനൊക്കത്തില്ല. അതുപോലെ തന്നെ ഏരിയ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ചാനൽ ലെങ്ത്തിൽ നമുക്ക് ഒരേ ലെങ്ത്തിലായിരിക്കും ചാനൽ പോകുന്നത്. അതുപോലെ തന്നെ ബെഡിൻ്റെ സ്ലോപ്പും നമുക്ക് അതും ത്രൂ ഔട്ട് ലെങ്ത്തിൽ ഒരുപോലെ കൊടുത്തേ ഒക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയായിരിക്കും പിന്നെ ബാക്കി വന്നിരുന്നത്? Q എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷണൽ ടു എന്തായിരിക്കും? ഹൈഡ്രോളിക് റേഡിയസിന് പ്രപ്പോർഷണൽ ആയിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? വെറ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ
ഏരിയ ഡിവൈഡഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെയും പറയാം, എവിടെ എന്താണ് ഏരിയ വന്നിട്ടുണ്ട്. അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായിരിക്കും? Q ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1 ബൈ വെറ്റഡ് പെരിമീറ്റർ. വെറ്റഡ് പെരിമീറ്റർ. അപ്പം നമുക്ക് എന്ത് പറയാം? നമുക്ക് ഡിസ്ചാർജ്, മാക്സിമം ഡിസ്ചാർജ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? കുറയണം. വെറ്റഡ് പെരിമീറ്റർ കുറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തായിരിക്കും? മാക്സിമം എന്താണ് ഡിസ്ചാർജ് കിട്ടത്തുള്ളൂ. അപ്പോഴേ നമുക്ക് എന്താണ് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനും കിട്ടത്തുള്ളൂ. Cost of construction include excavation cost and lining cost. A most economical section is the one having maximum discharge. A most economical section is the one having maximum discharge. എഴുതിയോ? Let's consider the area of channel bed slope as constant. Let's consider area of channel and slope of channel as constant. Therefore, Qmax to be minimum, hydraulic radius should be maximum. അതാണ് ഇവിടെ Qmax should be എന്താണ്? Q to be maximum, hydraulic radius to be maximum. ഫോർ ഹൈഡ്രോളിക് എന്താ പറഞ്ഞോ? ഒന്നുകൂടെ പറയാം. ലെറ്റ്സ് കൺസിഡർ ദ ഏരിയ ഓഫ് ചാനൽ. ലെറ്റ്സ് കൺസിഡർ ദ ഏരിയ ഓഫ് ചാനൽ ആൻഡ് ബെഡ് സ്ലോപ്പ് ആസ് കോൺസ്റ്റന്റ്. ലെറ്റ്സ് കൺസിഡർ ഏരിയ ഓഫ് ചാനൽ ആൻഡ് ബെഡ് സ്ലോപ്പ് ആസ് കോൺസ്റ്റന്റ്. എന്നിട്ട് വേണ്ട ഈ ഇക്വേഷൻ എഴുതിയാൽ മതി. Q ഈസ് ഈക്വൽ ടു AC റൂട്ട് MI. അപ്പൊ Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹൈഡ്രോളിക് റേഡിയസ്. അതെന്താണ്? ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? വെറ്റഡ് ഏരിയ ഡിവൈഡ് ബൈ വെറ്റഡ് പെരിമീറ്റർ ആണ് നമുക്ക് അറിയാം. അപ്പൊ എന്താണ്? Q ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1 ബൈ വെറ്റഡ് പെരിമീറ്റർ. എഴുതിക്കേ, താഴോട്ട് എഴുതിക്കോളാം. ഫോർ എ കോൺസ്റ്റന്റ് ക്രോസ് സെക്ഷൻ ആൻഡ് bed slope, the discharge will be maximum and wetted perimeter is minimum. ഇനി അടുത്തത് നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്, നമ്മളിനി ഓരോ ടൈപ്പ് ചാനൽ സെക്ഷൻസിനും എങ്ങനെയായിരിക്കും ഇതിൻ്റെ അകത്ത് എക്കണോമിക്കൽ സെക്ഷൻ വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് റെക്റ്റാങ്കുലർ സെക്ഷൻ. നിങ്ങളെല്ലാവരും വലിയ വലിയ ഡെറിവേഷൻസ് ചെയ്തല്ലോ. അതിൻ്റെ അകത്ത് ആകെ രണ്ട് പോയിന്റ്സും പിന്നെ ഒരു ഇക്വേഷനുമാണ് നമുക്ക് വേണ്ടി വരുന്നത്. ഈ ഫിഗറോട് അത് വരച്ചിട്ടോ. നമുക്ക് ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അതിന്റെ ബേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് B എന്നും അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ D ആയിരിക്കും. ഇതിന്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മെയിൻ ആയിട്ട് വേണ്ട ഒരു ഇക്വേഷനാണ് ഫസ്റ്റ് ഹൈഡ്രോളിക് ഡെപ്തിനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എഴുതിക്കുള്ള M ഈസ് ഈക്വൽ ടു B ഇൻറ്റു D ഡിവൈഡഡ് ബൈ B പ്ലസ് 2T എന്ന് പറയുന്നൊരു ഇക്വേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ അകത്ത് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും.
ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ആണ് ഒരു റെക്ടാങ്കുലർ സെക്ഷൻ എക്കണോമിക്കൽ സെക്ഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ്. എഴുതിക്കോ. കണ്ടീഷൻസ് ടു സാറ്റിസ്ഫൈ economical section. അതിൻ്റെ അകത്തെ ഫസ്റ്റ് കണ്ടീഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആണ്. വിഡ്ത്ത് ഓഫ് ദ ചാനൽ is 2 times depth of flow. 2 times depth of flow. അതായത് B is equal to 2D എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അതായത് എന്തായിരിക്കും, നമ്മളിവിടെ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ എടുക്കണമെങ്കിൽ ചാനലിലെ വിഡ്ത്ത് ഉണ്ടല്ലോ B എന്ന് പറയുന്നത്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2Dക്ക് ഈക്വൽ ആയിരിക്കണം. 2D എന്ന് പറയുമ്പോൾ 2 ടൈംസ് ഡെപ്ത് ഓഫ് ദ ചാനലിന് ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു കണ്ടീഷനായി. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ആണ് ഹൈഡ്രോളിക് ഡെപ്ത് ഈസ് half the depth of flow. എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, M is equal to D/2 എന്നായിരിക്കും പറഞ്ഞേക്കുന്നത്. എങ്ങനെയായിരുന്നു ഒരു റെക്ടാങ്കുലർ സെക്ഷൻ മോസ്റ്റ് എക്കണോമിക്കൽ ആകുമ്പോൾ വരേണ്ട കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? ഒന്നെന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ചാനലിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡെപ്തിന്റെ ടോയ്സ് ആയിട്ടായിരിക്കണം വരേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ഹൈഡ്രോളിക് ഡെപ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഡെപ്ത് ഓഫ് ഫ്ലോയ്ക്ക് ഹാഫ് ആയിട്ടായിരിക്കും വരേണ്ടത്. നമുക്കിത് കൺസിഡർ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കേ. എ റെക്ടാങ്കുലർ ചാനൽ ക്യാരീസ് water at the rate of 400 liters per second when the bed slope is 1 in 2000. Find the most economical dimension of the channel if C, Chassis constant C equal to 50. ഓക്കെ, നമുക്ക് ഗിവൻ ഡാറ്റാസ് എടുത്തെഴുതാം. എന്തൊക്കെയായിരുന്നു നമുക്ക് തന്നേക്കുന്ന? ഫസ്റ്റ് വണ് Q തന്നിട്ടുണ്ട്, ഡിസ്ചാർജ് Q തന്നിട്ടുണ്ട്. എത്രയാണ്? 400 liters per സെക്കൻഡ് തന്നിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ടാക്കുമ്പോൾ എന്തായിരിക്കും, 4 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. പിന്നെ നമുക്ക് അടുത്ത് തന്നിരിക്കുന്ന ബെഡ് സ്ലോപ്പ് തന്നിട്ടുണ്ട്. ഐയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അതാണ് 1 in 2000 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി അടുത്ത എന്തായിരുന്നു നമുക്ക് തന്നിരിക്കുന്നത്, ചെസീസ് കോൺസ്റ്റന്റ് സിയുടെ വാല്യൂ എത്രയായിരുന്നു, 50 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കാം നമുക്ക് എന്തൊക്കെയായിരുന്നു ഒരു സെക്ഷൻ, ഒരു റെക്ടാങ്കുലർ സെക്ഷൻ എക്കണോമിക്കൽ ആകാൻ വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ്. ഫസ്റ്റ് വേണ്ട എന്തായിരുന്നു, വിഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരുന്നു, 2 ടൈംസ് ഡെപ്ത് ആയിരിക്കണം. പിന്നെ അതുപോലെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, ഡെപ്തിന്റെ ഹാഫ് ആയിരിക്കണം. അപ്പൊ എഴുതിക്കോളുക. കണ്ടീഷൻസ് ഫോർ the rectangular channel to be most economical. ഇതൊക്കെയായിരുന്നു. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, B is equal to 2D. സെക്കൻഡ് വൺ എന്തായിരുന്നു, M is equal to D/2. ഈ രണ്ട് ഇക്വേഷനാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇനി എന്തൊക്കെയായിരുന്നു നമ്മുടെ ഡിസ്ചാർജിന്റെ ഇക്വേഷന്? Q is equal to AC റൂട്ട് MI. നമുക്ക് എന്തായിരിക്കണം, ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കണ്ടേ, ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, B into D. നമ്മളോട് ഇക്വേഷൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 2D ഇട്ടാൽ മതി. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, 2D into D എന്ന് പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, 2D² എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഇനി അപ്പോൾ എന്താണ്, ക്യൂവിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് വരുമ്പോൾ Q is equal to എക്ക് എന്തായിരിക്കും, 2D² into 50 into root of എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും, D/2 into ഐയുടെ വാല്യൂ എന്താണ്, 1/2000
1000. ക്യൂവിൻ്റെ വാല്യൂ എന്തായിരുന്നു, നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലായിരുന്നല്ലോ, ഈക്വൽ 0.4. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, സോൾവ് ചെയ്ത് നോക്കിക്കേ. ഇതെങ്ങനെ വരും? നമുക്ക് ഡി എല്ലാം കൂടെ കോമൺ ആയിട്ട് എടുക്കാം. 2 × 50 × √1/2 × 2000. നമുക്കിപ്പോൾ എന്താ ഈ ഡി എ പുറത്തെടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? d⁻1/2 പ്ലസ് t² എന്നായിരിക്കും വരുന്നത്, ഇൻറ്റു d² എന്നായിരിക്കും വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് വരുന്നത്? 1/2 പ്ലസ് 2 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 4. അപ്പോൾ 5/2 എന്നായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും എഴുതണ്ടേ? 2 × 50 × 1/1/4000 × d⁻5/2 എന്ന് പറഞ്ഞ് കിട്ടും. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ കിട്ടും? ഡിയുടെ വാല്യൂ എന്ന് കിട്ടുന്നത് 0.577 മീറ്റർ എന്നായിരിക്കും കിട്ടുന്നത്. ദെയർഫോർ ബിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 2 ടൈംസ് ഡി ആയിരിക്കും. അതെന്ന് പറയുമ്പോൾ 2 × 0.577 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും കിട്ടുന്നത്? 1.154 മീറ്റർ എന്നായിരിക്കും കിട്ടുന്നത്.